പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ടിയാൻജിനിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയ്ക്ക് മേലുള്ള 50% തീരുവയെ തുടർന്ന് ഇന്ത്യ US വ്യാപാര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർണായകമാണ് കൂടിക്കാഴ്ച. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ലോകക്രമത്തിൽ തന്നെ പുതിയൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യത കൂടിയാണല്ലോ ഇത്. റഷ്യയും ചൈനയും ഇന്ത്യയും അത് കൂടുതൽ സൗഹാർദ്ദത്തോട് പോകുന്നു. അതിൽ അമേരിക്കയ്ക്ക് ആശങ്കകൾ ഉണ്ടെന്ന സൂചനകൾ വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റിജിത്ത്. ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്താൻ ഇരിക്കുന്നത്. ലോകം തന്നെ അല്ലെങ്കിൽ ലോക നേതാക്കൾ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് അത് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് US ഇന്ത്യക്ക് മേൽ തീരുവ ഏർപ്പെടുത്തിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നയതന്ത്ര നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ചൈന കഴിഞ്ഞ ഏതാണ്ട് 7 വർഷത്തോളമായി ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുകയായിരുന്നു. അതിർത്തി സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 1 വർഷം മുമ്പ് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ സംഘർഷം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, അതിർത്തി സംഘർഷം പരിഹരിക്കുന്ന ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് ഒപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മറ്റ് ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ളവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഉടമ്പടികളും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ US ഇന്ത്യക്ക് മേൽ തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം പിന്നീട് തുടർച്ചയായുള്ള നയതന്ത്ര സന്ദർശനങ്ങൾ വിദേശകാര്യമന്ത്രിയുടെ ഇതടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിച്ച ശേഷമാണ്, ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ദക്ഷിണേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ശാക്തിക ചേരി രൂപപ്പെടുന്നു എന്ന സൂചനയാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ ജപ്പാൻ എന്നിവ ഒന്നിച്ചുകൊണ്ട് ഈ ഒരു ഇന്ത്യക്ക് ഈ US തീരുവയിലൂടെ ഉണ്ടാകുന്ന വ്യാപാര നഷ്ടം അതിനെ നികത്താനുള്ള ഒരു മാർഗം തേടുന്നു ഇന്ത്യ എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ഒരു ഉച്ചകോടിക്ക് മുമ്പായി തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈന സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എങ്കിലും അതിനു മുമ്പായി നടക്കുന്ന ഈ ചൈനീസ് പ്രസിഡന്റുമായി നടക്കുന്ന കൂടിക്കാഴ്ച തന്നെയാണ് ഏറ്റവും നിർണായകമായി മാറുക. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, ഈ അതിർത്തി സംഘർഷം ഒഴിവാക്കി സഹകരണം മെച്ചപ്പെടുത്താൻ നേരത്തെ ധാരണയിൽ എത്തിയിരുന്നു എങ്കിലും അതിൻ്റെ അവസാനഘട്ട നടപടികളിലേക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ തന്നെ പുനരാരംഭിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് ഈ ഒരു കൂടിക്കാഴ്ചയോടെ കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊപ്പമാണ് ഈ ഒരു വ്യാപാര രംഗത്തുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതും അത് സാങ്കേതിക വിദ്യ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ US തീരുവയിലൂടെ ഇന്ത്യക്ക് നഷ്ടമായ വ്യാപാര മേഖലയിലുണ്ടായ തിരിച്ചടി അത് മറികടക്കുന്നതിനായി ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇതിലൂടെ മറികടക്കാൻ കഴിയും എന്നുമുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി അടുത്ത ദിവസം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ നിരവധി ലോക നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതും നിർണായകമാണ്. ക്രിസ്റ്റീന, റിജിത്ത്. നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.